സോ അറ്റ് ദ മോസ്റ്റ് ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കിന്റെ മീതെ ഏറ്റവും കൂടുതൽ വർത്തമാനം പറയാൻ പോണത് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ലിക്വറിനെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പൊ വർത്തമാനം പറയാൻ പോണത്. ഇപ്പൊ നമ്മളുടെ കേരളത്തിന്റെ ഉള്ളില് ലിക്വറിനെ പറ്റിയിട്ട് കുറെ ലോസ് ഒക്കെ വരുന്നുണ്ട്, കുറെ എന്തൊക്കെ സംഭവങ്ങൾ വരുന്നുണ്ട്. ഒരു പക്ഷം പറയണു ഇതിന്റെ ഉള്ളിലത്തെ ടാക്സസ് നമുക്ക് കുറയ്ക്കാം. ടാക്സസ് കുറച്ച് കഴിഞ്ഞു വെച്ചാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഫാർമേഴ്സിന് കുറെ കൂടുതൽ ഈ നിങ്ങൾ പണിന്റെ ഉള്ളിൽ കള്ളുണ്ടാക്കുന്ന കണ്ടുണ്ടാവും. അതല്ലാണ്ട് എത്രയോ വെജിറ്റേഷൻസ് യൂസ് ചെയ്തിട്ട് ഫെർമെന്റേഷൻ ഉപയോഗിച്ചിട്ട് കള്ളുണ്ടാക്കിയിട്ട് വിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ആൻഡ് അതിന്റെ ഉള്ളിലൊക്കെ ടാക്സസ് കുറയ്ക്കാം. സോ അറ്റ് ദ മോസ്റ്റ് ടാക്സസ് സിസ്റ്റം എന്താ ഉണ്ടാവുക? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു ബിയർ അടിക്കണമെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വൈൻ അടിക്കണമെന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ എന്ത് ആൽക്കഹോൾ, വിസ്കി ആവാം, റം ആവാം, എന്ത് സാധനം ആവാം, അതിന്റെ ഒക്കെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ആൽക്കഹോളിന്റെ പെർസെന്റേജ് ഹിസാബ്സ് നിങ്ങൾക്ക് ടാക്സസ് കൊടുക്കണം. ഈ ആൽക്കഹോളിന്റെ പെർസെന്റേജ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ആ ആൽക്കഹോൾ അതിന്റെ ഉള്ളിൽ എത്ര പെർസെന്റ് ആൽക്കഹോൾ ഉണ്ട്. ഈ ബിയറിന്റെ ഉള്ളിൽ 8-7 അത്രയൊക്കെ പെർസെന്റ് ആൽക്കഹോൾ ഉണ്ടാവുക. ആൻഡ് അതിന്റെ അഗേൻസ്റ്റിൽ സർക്കാർ ടാക്സസ് മേടിക്കും. സെയിം അങ്ങനെ തന്നെ നാടൻ കള്ള്, അതല്ലാണ്ട് ഇംഗ്ലീഷ് കള്ളിന്റെ ഉള്ളിൽ റം, വിസ്കി, അങ്ങനത്തെ എല്ലാ കള്ളിന്റെ ഉള്ളിൽ ടാക്സസ് ഉണ്ടാവും. സോ ഇതൊക്കെ എന്താ വെച്ചാൽ ഇതുവരെ നമ്മളുടെ ഈ പഴയ ഗവൺമെന്റ് ഉണ്ടായില്ലേ, അതൊക്കെ ഒരു പറഞ്ഞു വെച്ചാൽ അറ്റ് ദ മോസ്റ്റ് ടാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ് ദ മോസ്റ്റ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഒരു കുപ്പി 100 രൂപയുടെ മേടിക്കാൻ വെച്ചാൽ ആ കുപ്പി നിങ്ങൾക്ക് 200, 300, 400 രൂപയ്ക്കൊക്കെ കിട്ടുക. 100% ടാക്സ്, 500% വാറ്റ് ടാക്സ് ഒക്കെ എടുക്കണ്ടായിരുന്നു. അതിന്റെ കാരണം ഒരു നോർമൽ ബോട്ടിൽ നമുക്ക് ഗോവയിലൊക്കെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പകുതി കാശിലാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ കിട്ടുമ്പോൾ അത് 10 ഇരട്ടിയാവും. അതായിരുന്നു ബേസിക് കോൺസെപ്റ്റ് നമ്മളുടെ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഉള്ളിൽ. ആൻഡ് ഇപ്പോ കേരളത്തിന്റെ ഒരു പുതിയ ഗവൺമെന്റ് വന്നു. ഞാൻ ഏത് ഗവൺമെന്റിന്റെയും പേരെടുക്കില്ല, ദാറ്റ്സ് വൈ കോപ്പിറൈറ്റും സ്ട്രൈക്സ് ഒന്നും വരാൻ പറ്റില്ല. സോ ആ ഗവൺമെന്റ് പറഞ്ഞു നോക്കി ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ ടാക്സസ് കുറയ്ക്കാൻ പോവാം. സോ ആദ്യത്തെ കാര്യം ഞാൻ ബയസ്ലി വർത്തമാനം പറയാൻ വെച്ചാൽ ടാക്സസ് കുറയ്ക്കാന്ന് പറഞ്ഞു വെച്ചാൽ ടാക്സസ് കുറച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ അവർ പറയാണ് ഇതിന്റെ വിൽപ്പനം കൂടുമ്പോൾ ടൂറിസ്റ്റ് കൂടുതൽ വരും. ടൂറിസ്റ്റ് കൂടുതൽ വരുമ്പോൾ നിങ്ങൾക്ക് ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഈ ഫെർമെന്റഡ് ആയ കള്ള് മേടിക്കുമ്പോൾ ഫാർമേഴ്സിന് കുറച്ച് കൂടുതൽ സപ്പോർട്ട് സിസ്റ്റം കിട്ടും, അല്ലെങ്കിൽ ഫാർമേഴ്സിന് കുറച്ച് നന്നായിട്ട് സപ്പോർട്ട് കിട്ടും. ആൻഡ് വൈസ് വർസ അതിന്റെ അഗേൻസ്റ്റില് ഓപ്പോസിഷൻ എന്താ പറയുക വെച്ചാൽ ഇങ്ങനെ ടാക്സസ് കുറച്ച് കഴിഞ്ഞു വെച്ചാൽ കള്ളുകൂടിയന്മാരുടെ എണ്ണം കൂടിയോണ്ടപ്പം, അല്ലെങ്കിൽ കള്ളുകൂടിയന്മാർ കുറച്ചും കൂടി ഇറങ്ങും. ബിക്കോസ് ഇത് ഫ്രീ കമ്പി വയസ്സാകുമ്പോൾ അത് സ്വാഭാവികമാണ്. കാരണം വെച്ചാൽ എന്തെങ്കിലും സാധനം കുറെ കൂടുതൽ കമ്മി വിലയിൽ കിട്ടുമ്പോൾ ആൾക്കാരത് മേടിച്ചിട്ട് കുടിക്കാൻ തോന്നും, അല്ലെങ്കിൽ ആൾക്കാരത് മേടിച്ചിട്ട് ഉപയോഗിക്കാൻ നോക്കും. ബിക്കോസ് ആൾക്കാർക്ക് കാശ് കൊടുക്കുന്നതിന്റെ കാട്ടിലും എല്ലാ സംഭവം ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ഒരു മിനിമം എമൗണ്ടിനുള്ളിൽ കിട്ടിച്ചാൽ അവർക്കൊരു നല്ല രസമായിരിക്കും. സോ ഞാൻ ഒരു കാര്യം പറയാണ്, ഞാൻ എന്റെ ഒരു നോക്കിയിട്ട് പറയാണ്, ആദ്യത്തെ ഗവൺമെന്റ് ചെയ്തത് ശരിയല്ല, ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്യുന്നതും ശരിയല്ല. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഗവൺമെന്റ് ഈ പറഞ്ഞ ഈ ഒരു കള്ളിന്റെ ഉള്ളിൽ ഇത്ര ടാക്സസ് കൂട്ടിയതിന്റെ കാരണം നമ്മളുടെ പുറത്തുനിന്ന് ആൾക്കാർ കേരളം എന്തുകൊണ്ട് അറിയണം, കേരളം അറിയണത് പ്രകൃതിന്റെ കാരണം, പ്രകൃതി ഭംഗി. അതല്ലാണ്ട് കേരളത്തിന്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. അവിടുത്തെ ആൾക്കാർ പ്രകൃതി മാത്രം കാണാനേ പറ്റും. നമ്മളുടെ പാലക്കാട് നിന്ന് ഒരു 60-100 കിലോമീറ്റർ ദൂരേ ഉള്ളൂ കോയമ്പത്തൂർ. പക്ഷെ കോയമ്പത്തൂരിന്റെ ഉള്ളിൽ പോയിച്ചാൽ നിങ്ങൾക്ക് പ്രകൃതി മനസ്സിലാവും. ആൻഡ് അങ്ങനെ തന്നെ പാലക്കാടിന്റെ ഉള്ളിൽ വന്നു വെച്ചാൽ നിങ്ങൾക്ക് പ്രകൃതിയും കാറ്റും മഴയും വെയിലും എല്ലാതും കൊള്ളുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിന്റെ ഉള്ളിൽ വന്നു. പല ആൾക്കാർ കളിയാക്കും ചെയ്യും, പല ആൾക്കാർ പറയും ഇത് എന്താണ് അതാണ്. ബട്ട് ലിറ്ററലി കേരള ഇസ് ഗോഡ്സ് ഓൺ കൺട്രി. കേരളത്തിന്റെ ഉള്ളിൽ കുറെ പറഞ്ഞു വെച്ചാൽ സാമാജിക തത്വങ്ങൾ പറഞ്ഞു വെച്ചാൽ എല്ലാ ആൾക്കാരും ഒട്ടേറെ കൂടെ താമസിക്കുന്നു, എല്ലാ കാസ്റ്റസിന്റെ ആൾക്കാരും ഒപ്പം താമസിക്കുന്നു. അതിന്റെ കാരണമൊക്കെ കുറെ നന്നായിട്ട് നമ്മളുടെ കേരളം നടന്നിട്ട് പോകുന്നു. അങ്ങനെ തന്നെ അതിന്റെ കാരണം ഇത്ര ഹൈ ടാക്സസ് ആകുമ്പോൾ പുറത്തുനിന്ന് ടൂറിസ്റ്റ് വന്നിട്ട് നമ്മുടെ കേരളത്തിന്റെ ഉള്ളിൽ ഈ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാൻ എപ്പോഴും ആലോചിക്കില്ല. ബിക്കോസ് നിങ്ങൾ ഒരു ഗവൺമെന്റ് ബീവറേജിന്റെ ഉള്ളിലാണ് ഇത്ര കൂടുതലാണ് കിട്ടുന്ന വെച്ചാൽ ഏതെങ്കിലും ഒരു ഹോട്ടലിന്റെ ഉള്ളിൽ പോയിച്ചാൽ അവരുടെ ടാക്സസും കൂടിയും കൂട്ടും. ഫോർ എക്സാമ്പിൾ, ഹോട്ടലിന്റെ ലൈറ്റിന്റെയും എല്ലാ സാധനത്തിന്റെയും ബില്ല് കൂട്ടി പോകുമ്പോൾ കുറച്ചും കൂടി കാശ് നന്നായിട്ടാവും. ആൻഡ് അങ്ങനെ തന്നെ വൈസ് വർസ ഇപ്പോഴത്തെ ഒരു ലോ നോക്കുമ്പോൾ കുറെ കമ്മിയാക്കി കഴിഞ്ഞു വെച്ചാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ പറഞ്ഞു വെച്ചാൽ കുറെ കൂടുതൽ ടാക്സസ് കമ്മിയാക്കി കഴിഞ്ഞു വെച്ചാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഒരു യൂത്ത് ഉണ്ടാവില്ലേ, ആ യൂത്തിന് ഇതൊക്കെ കുറെ കൂടുതൽ പ്രകോപിക്കും. ഇപ്പൊ കുറെ യൂത്ത് എന്താ വെച്ചാൽ കൺസ്യൂം ചെയ്യുന്നത് എന്താ വെച്ചാൽ അവർക്ക് ഇത് കുറെ കൂടുതൽ കാശാ തോന്നുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇത് ഈ സാധനത്തിന് കുറെ കൂടുതലൊന്നും ഇല്ല. നമ്മളുടെ അവിടുത്തെ യൂത്ത് പകുതി മുക്കാലും ഡ്രഗ്സിന്റെ ഉള്ളിലാണ്. പക്ഷെ യൂത്ത് എന്താ വെച്ചാൽ കൺസ്യൂം ചെയ്യാത്തത് എന്താ വെച്ചാൽ ബിക്കോസ് ഈ കള്ളൂര് കൂടുതൽ കാശിന്റെ കാരണമാണ്. ആൻഡ് അതിന്റെ കാരണം യൂത്ത് ഇതിനെ കൺസ്യൂം ചെയ്യില്ല. അങ്ങനെ തന്നെ ഈ സംഭവം
അപ്പുറത്തെ ഭാഗത്ത് നോക്കിച്ചാലും ഇവർ പറയുന്നതും ശരിയാണ്, അവർ പറയുന്നതും ശരിയാണ്. അവർ ഈ ഇപ്പോഴത്തെ പക്ഷം പറയുന്നത് കേട്ടു വെച്ചാൽ ടൂറിസ്റ്റ്സ് ഒക്കെ കുറെ കൂടുതൽ വരും. ടൂറിസ്റ്റ്സ് വന്നു കഴിഞ്ഞു വെച്ചാലും നമുക്ക് എന്താ ബിവറേജസിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ കാശ് ഉണ്ടാക്കണ്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഈ ആൽക്കഹോൾ മാത്രമേ വിട്ടിട്ട് കാശ് ഉണ്ടാക്കുന്നുള്ളൂ. അതല്ലാണ്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഡെവലപ്മെന്റ്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് പഴയ ഗവൺമെന്റിനെ നോക്കിച്ചാൽ ഇത്രയൊക്കെ ടാക്സസ് പിടിച്ചു കഴിഞ്ഞു. എത്രയോ ടാക്സസ് കൂട്ടി, എല്ലാ ഗവൺമെന്റും എത്രയോ ടാക്സസ് കൂട്ടി. ആ ടാക്സിന്റെ അഗേൻസ്റ്റ് നിങ്ങൾ നോർമൽ പബ്ലിക്സിന് എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത്? അതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. ഫോർ എക്സാമ്പിൾ, എല്ലാ സ്റ്റേറ്റിലും എന്തൊക്കെ കിട്ടണോ അതന്നെ നമ്മുടെ കേരളത്തിലും കിട്ടിയിട്ടുള്ളൂ. അതല്ലാണ്ട് കുറെ കൂടുതൽ ഹൈഫൈ നമ്മള് കേരളത്തിനെ ദുബൈ ആക്കിയെന്നോ കേരളത്തിനെ എന്തെങ്കിലും ആക്കിയെന്ന് വിചാരിച്ചു വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഗവൺമെന്റ് വന്നിട്ട് ഇനി കുറച്ച് സമയമായിട്ടുള്ളൂ, ഒന്നും പറയാൻ പറ്റില്ല. ഇത് ഞാൻ എന്റെ ഒരു ബയസ്ഡ് ഇതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പക്ഷത്തിനെ പറ്റിയിട്ടും പറയുമ്പോൾ ഈ പക്ഷത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഇതാണ് ഒരു നോർമൽ മൈൻഡ് സെറ്റ്. ഇനി നിങ്ങളുടെ ഒക്കെ എന്താ അഭിപ്രായം കമന്റ് സെക്ഷനിൽ വന്നിട്ട് എന്തായാലും പറയണം. ഇങ്ങനത്തെ മോർ വാല്യൂബിൾ കോണ്ടന്റ് കാണാൻ വേണ്ടി വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മാത്രം ഫോളോ ചെയ്ത് വെച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്.